നമസ്കാരം. 2026 ജൂൺ 22 മുതൽ ജൂലൈ 4 വരെയുള്ള കാലഘട്ടത്തിൽ കർക്കിടകം രാശിയിൽ നടക്കുന്ന മഹാഗ്രഹ സംഗമത്തിന്റെ ഫലമായി വട്ടപൂജ്യത്തിൽ നിന്നുയർന്ന് വലിയ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് പോകുന്ന 9 ഭാഗ്യ നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നുചേരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരെ കുറിച്ച് നമുക്ക് വിശദമായി അറിയാം. അതിനു മുൻപ് തന്നെ എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ നരസിംഹസ്വാമിക്ക് പ്രധാന പൂജകൾ അർപ്പിക്കുന്ന ബുധൻ വ്യാഴം ദിനങ്ങളിലും ഒപ്പം വരാനിരിക്കുന്ന ബുധനാഴ്ചയിലും പ്രത്യേകം പൂജകൾ നടത്തുന്നു. താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ പേരും നാളും കമന്റ് ചെയ്യാവുന്നതാണ്. ചൊവ്വാഴ്ച രാത്രിക്കുള്ളിൽ എഴുതുന്നവരുടെ പേരും നാളുമാണ് കുറിച്ചെടുക്കുക. 2026 ജൂൺ 22 മുതൽ ജൂലൈ 4 വരെയുള്ള ചുരുങ്ങിയ നാളുകൾ ജ്യോതിഷപരമായി അതീവ പ്രാധാന്യമുള്ളതാണ്. ദേവഗുരുവായ വ്യാഴം, ബിസിനസിന്റെ കാരകനായ ബുധൻ, ഐശ്വര്യത്തിന്റെയും ഭൗതിക സുഖങ്ങളുടെയും അധിപനായ ശുക്രൻ എന്നീ 3 പ്രമുഖ ഗ്രഹങ്ങളാണ് കർക്കിടകം രാശിയിൽ ഒരുമിച്ച് സംഗമിക്കുന്നത്. ഈ 3 ഗ്രഹങ്ങളുടെ ഒരുമിച്ചുള്ള സംക്രമണമാണ് ചില നക്ഷത്രങ്ങൾക്കായി രാജകീയമായി ജീവിക്കാനുള്ള ഒരു വലിയ യോഗം കൊണ്ടുവരുന്നത്. ഈ 9 നക്ഷത്രങ്ങൾക്ക് പ്രസ്തുത യോഗം തുടങ്ങിയാൽ ധനയോഗം, രാജയോഗം, ഗുരുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം എന്നിവ തീർച്ചയായും ലഭിക്കുന്നതാണ്. പഴയ കഷ്ടപ്പാടുകൾ, കടങ്ങൾ, നൈരാശ്യം എല്ലാം പിന്നിൽ പോകുന്ന സമയം. അതുകൊണ്ടാണ് വട്ടപൂജ്യത്തിൽ നിന്നും കോടീശ്വര യോഗത്തിലേക്ക് ഈ 9 നക്ഷത്ര ജാതകർ എത്തുമെന്ന് ഉറപ്പിച്ച് പറയുന്നത്. ഇനി ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലാദ്യമായി അശ്വതി നക്ഷത്രക്കാർ. അശ്വതി നക്ഷത്ര ജാതകർക്ക് പുതിയ ധനസാധ്യതകൾ തുറക്കുകയാണ്. നിങ്ങളുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഈ ത്രിഗ്രഹ സംഗമ സമയത്ത് വന്നു ചേരാൻ പോകുന്നു. കടങ്ങളെല്ലാം മാറുന്നു. തിരികെ കിട്ടാനുള്ള പഴയ ധനമൊക്കെ തിരികെ ലഭിക്കുന്നു. പുതിയ ബിസിനസ് ഡീലുകൾ ഒപ്പുവെക്കാൻ സാധിക്കും. സ്വന്തമായി ഒരു തൊഴിൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച സമയമാണിത്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവർക്ക് നടന്നു കിട്ടും. അതുപോലെ തന്നെ സ്വന്തം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണിപ്പോൾ. ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവുമെല്ലാം വന്നു ചേരും. ആളുകളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നു. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവുമെല്ലാം ജീവിതത്തിൽ വന്നു ചേരുന്നു. ഇവർ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും വീട്ടിൽ പൂജാമുറിയിൽ ദീപം കത്തിച്ച് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കുക. ഇതിവർക്ക് സർവ്വ ഐശ്വര്യം നൽകും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. അങ്ങനെ അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. അടുത്തതായി ഭരണി നക്ഷത്ര ജാതകർ. ഇവർ ചെയ്യുന്ന കഠിന പ്രയത്നത്തിന് അത് എത്ര വലിയ പ്രയത്നമാണെങ്കിലും അതിനൊക്കെ തക്കതായിട്ടുള്ള ഫലം ലഭിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ് വരാനിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭൂമി, വാഹനം, വലിയ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഗുണകരമാകുന്ന സമയം തന്നെയാണ് വരാനായിട്ടിരിക്കുന്നത്. വിദേശത്ത് പോകാനുള്ള യോഗം വന്നു ചേരുക. ഇനി വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളെല്ലാം മാറുന്നു. ഇങ്ങനെ വലിയ വലിയ രീതിയിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്കിനി വരാനിരിക്കുന്നത്. ജീവിതത്തിലെ എല്ലാവിധ പ്രതിസന്ധികളും മാറി ദുരിത ദുഃഖങ്ങളെല്ലാം അവസാനിച്ച് ഇക്കൂട്ടർ രക്ഷപ്പെടുന്ന ഒരു സമയമാണ് ഇനി വരാനിരിക്കുന്നത്. വിദേശത്ത് പോകാനുള്ള യോഗവും വിദേശത്ത് പഠിക്കാനുള്ള യോഗവും എല്ലാം വന്നു ചേരുന്നു. മക്കളാൽ അമ്മമാർക്കും ഒരുപാട് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇവർക്ക് വന്നു ചേരാനായിട്ട് ഇരിക്കുന്നത്. നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകുകയും ധാര, കൂവളമാല എന്നിവയെല്ലാം വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥനകൾ നടത്തുക.
എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമെല്ലാം വന്നു ചേരുന്ന സമയമാണ് ഇത്. അടുത്തതായി രോഹിണി. ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു. ഒരു ജോലി ലഭിക്കുന്ന സമയം, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അത് നടന്നു കിട്ടുന്ന സമയമാണ് ഇനി വരാനായിട്ടുള്ളത്. അല്ലെങ്കിൽ ചെറിയ വരുമാനത്തിൽ നിന്നും വലിയ വരുമാനത്തിലേക്ക് എത്തുന്ന ഒരു ബിസിനസ് ആരംഭിക്കാനുള്ള യോഗം, അങ്ങനെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരും. ഇവർക്ക് ശരിക്കും കോടീശ്വര യോഗമാണ് ജൂൺ 22 ശേഷം അനുഭവത്തിൽ വരുന്നത്. ഇവർ ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും, അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് ഇനി വരാനിരിക്കുന്നത്. അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നേട്ടത്തിലേക്കും എത്തുന്ന സമയം കൂടിയാണ് ഇനി വരാനുള്ളത്. ശുക്രന്റെയും ബുധന്റെയും സ്വാധീനം കാരണം രോഹിണി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകും. വലിയ രീതിയിലുള്ള വിറ്റുവരവ് പ്രതീക്ഷിക്കാം. കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് വലിയ അംഗീകാരവും പ്രശസ്തിയും പുതിയ അവസരങ്ങളും ലഭിക്കും. സ്ത്രീധനപരമായോ മാതൃസ്വത്വപരമായോ ഉള്ള തർക്കങ്ങളും പരിഹരിക്കപ്പെടും. ഇവർ ദോഷപരിഹാരാർത്ഥം തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അല്ലെങ്കിൽ തിങ്കളാഴ്ച ശിവനെ പ്രാർത്ഥിക്കുക. അത് വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും ഒരുപാട് ഗുണം ചെയ്യുന്ന സമയമാണ്. ഇക്കൂട്ടരുടെ ബിസിനസ് അല്ലെങ്കിൽ കച്ചവടം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിലുകൾ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം വലിയൊരു ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഇക്കൂട്ടർക്ക് ഇനി വരാനുള്ളത്. ജീവിതത്തിലെ എല്ലാവിധ പ്രതിസന്ധികളും മാറി ഇവരെ രക്ഷപ്പെടും. ഇവർ ജീവിതത്തിലെ സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുന്ന ഒരു കാലഘട്ടമാണ് വരാനായിട്ടുള്ളത്. അടുത്തതായി മകം നക്ഷത്ര ജാതകരാണ്. വ്യാഴത്തിന്റെ ഉച്ചരാശിയിലുള്ള ഈ സംഗമം മകം നക്ഷത്ര ജാതകർക്കും വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും. ഭൂമി വാങ്ങാനും വാഹനം വാങ്ങാനും വിദേശത്ത് പോകാനും നല്ല രീതിയിൽ പഠിച്ചു ജയിക്കാനും നല്ല ഉയർന്ന ജോലി ലഭിക്കാനും എല്ലാം സാധ്യമാകുന്ന സമയം തന്നെയാണ്. അതായത് ജീവിതത്തിലെ എല്ലാവിധ ദുരിത ദുഃഖങ്ങളും മാറി എല്ലാ ഐശ്വര്യങ്ങളും ഗുണങ്ങളും നേട്ടങ്ങളുമെല്ലാം ഉണ്ടാകാൻ പോകുന്ന സമയമാണ് വരാനുള്ളത്. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചിരുന്ന നക്ഷത്ര ജാതകർ തന്നെയാണ് മകം നക്ഷത്ര ജാതകർ. പക്ഷെ ഇവർക്ക് 22-ാം തീയതി മുതൽ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു ചേരാൻ പോകുന്നു. ജീവിതത്തിലെ എല്ലാവിധ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കും. ആഗ്രഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ ഒന്നും ഇവർക്ക് ലഭിക്കാൻ സാധ്യതയില്ലെങ്കിലും ഒറ്റയ്ക്ക് പോരാടി ജയിക്കാനുള്ളൊരു യോഗം ഈ നക്ഷത്ര ജാതകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മകത്തിന്റെ നല്ല നാളുകളാണ് ഇനി വരാനുള്ളത്. ഇവർ ജീവിതത്തില് നല്ല രീതിയിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിലെ എല്ലാവിധ പ്രാരാബ്ദങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റിവെച്ചേക്കുക. ഇനി വലിയ വലിയ നേട്ടങ്ങളും ഭാഗ്യവും ഉയർച്ചയും എല്ലാം വരാനുള്ളൊരു സമയമാണ്. ഇവർ വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും മഞ്ഞപ്പൂക്കൾ അർപ്പിക്കുകയും ചെയ്യുക. അടുത്തതായി അത്രം നക്ഷത്ര ജാതകർ. ഇക്കൂട്ടർക്കും ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. ഇനി വിദേശത്ത് നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറെ നാളുകളായി അനുഭവിച്ചിരുന്ന മാനസിക പ്രയാസങ്ങളെല്ലാം മാറി ഇവരുടെ ജീവിതം രക്ഷപ്പെടുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവ്വ ഐശ്വര്യത്തിലേക്കും എല്ലാമാണ് ഇക്കൂട്ടർ എത്താനായിട്ട് പോകുന്നത്. തീർച്ചയായും ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയും. എല്ലാ രീതിയിലും നല്ല നല്ല നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കും. ഒരുപാട് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും എല്ലാം അനുഭവിച്ചവരാണ് അത്തം നക്ഷത്ര ജാതകർ. ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരിക, പലയിടത്തും നാണം കെടേണ്ടി വരിക, പല രീതിയിലുള്ള ദുരവസ്ഥകള്, പല രീതിയിലുള്ള പ്രയാസങ്ങള്, ധനപരമായിട്ടുള്ള പ്രയാസങ്ങള്, അങ്ങനെ ഒരുപാട് പ്രാരാബ്ദങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഉള്ളവരാണ് അത്തം നക്ഷത്ര ജാതകർ എന്ന് പറയുന്ന ഈ കൂട്ടർ. ജൂൺ 22 വരെ സംബന്ധിച്ച് ഭാഗ്യത്തിന്റെയും നേട്ടത്തിന്റെയും സർവ്വ ഐശ്വര്യത്തിന്റെയും സമയമാണ്. പ്രാരാബ്ദങ്ങളും ദുഃഖങ്ങളും എല്ലാം അവസാനിച്ച് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സമയമാണ്. വലിയൊരു കോടീശ്വര യോഗമാണ് ഇവർക്ക് അനുഭവത്തിൽ വരാനിരിക്കുന്നത്. വലിയ വലിയ വരുമാനം ഒക്കെ ലഭിക്കുന്ന കരിയറിലേക്കെല്ലാം ഇവർ മാറും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിലും പ്രമോഷനും ശമ്പള വർധനവും ഒക്കെ ലഭിക്കും.
നിങ്ങൾ എന്താ ആഗ്രഹിച്ചാലും ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ശനിയാഴ്ചകളിൽ നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥന നടത്തുക. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്തതായി ചോദ്യ നക്ഷത്രക്കാരാണ്. ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു യോഗം ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകും. പരമാവധിയും മറ്റുള്ളവരോട് കുത്തുവാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏതായാലും നല്ലൊരു പൊസിഷനിൽ എത്താനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം ധനം, അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്തിടത്ത് നിന്നെല്ലാം നിങ്ങൾക്ക് ധനം അപ്രതീക്ഷിതമായി ലഭിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരിക, പലയിടത്തു നിന്നും നാണം കെടേണ്ടി വരിക തുടങ്ങിയ ദുരവസ്ഥകളിൽ നിന്നെല്ലാം ഇവർക്കും ജൂൺ 22-ാം തീയതിക്ക് ശേഷം മോചനം ലഭിക്കും. അപ്രകാരത്തിലുള്ള ദുരിതങ്ങളെല്ലാം അനുഭവിച്ചവരാണ് എന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ സമയം തെളിയാൻ പോകാണ്. വിദേശത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെ PR ലഭിക്കാൻ അല്ലെങ്കിൽ സ്ഥിരതാമസമാക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തുക. അതുപോലെ വടമാല ചാർത്താൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഹനുമാൻ ചാലിസ കേൾക്കുക, ചൊല്ലുക. ഇതെല്ലാം ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കുമെല്ലാം കാരണമാകും. അടുത്തതായി അനിഴം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറി ഇക്കൂട്ടരും രക്ഷപ്പെടാൻ പോകുന്ന ഒരു സമയമാണ്. ഇവരും ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും എല്ലാം എത്താൻ പോകാണ്. വലിയ വലിയ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം വീട്ടിൽ തീർക്കാൻ ഈ സമയത്ത് ഇവർക്ക് സാധിക്കും. കല്യാണം കഴിഞ്ഞവർക്ക് സന്താന ഭാഗ്യം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ വീട് വെക്കാൻ യോഗം വന്നു ചേരും. വീട്ടിൽ ഒരുപാട് നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ, ഉയർച്ച ഇവയെല്ലാം വന്നു ചേരാൻ പോകുന്നു. നിങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടിൽ തീർക്കാൻ സാധിക്കും. വീട്ടിൽ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേട്ടവും ഭാഗ്യവും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെല്ലാം സംഭവിക്കാനായിട്ട് പോകാണ്. അതുപോലെ തന്നെ ഗൾഫിൽ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും വിദേശത്ത് നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും അവിടെ വീട് വാങ്ങാനോ അല്ലെങ്കിൽ അവിടെ PR കിട്ടാനൊക്കെ ആയിട്ടുള്ള യോഗം ഉണ്ടാകും. വെള്ളിയാഴ്ച ദിവസം ഒരു ചെറിയ ചിരാതിൽ ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയും ഭാഗ്യവും എല്ലാം കൊണ്ടുതരും. അടുത്തതായി പൂരാടം. ശുക്രന്റെ സ്വാധീനത്താൽ പൂരാടം നക്ഷത്രക്കാർക്ക് ആഡംബര വസ്തുക്കൾ വാങ്ങാനും പുതിയ ബിസിനസ് പാർട്ണർഷിപ്പുകൾ ആരംഭിക്കാനും ഈ വരുന്ന ജൂൺ 22-ന് ശേഷം സാധിക്കും. വ്യാഴമാറ്റത്തിന് ശേഷം വലിയ ചിലവുകളും കുടുംബ കലഹവും നിമിത്തം മാനസികമായി തകർന്നിരിക്കുന്ന സമയമാണ് പൂരാടം നക്ഷത്രക്കാർക്ക്. എന്നാൽ ഈ ഗ്രഹയോഗം നിമിത്തം ഈ അവസ്ഥകളെല്ലാം മാറി വലിയ വലിയ ധനനേട്ടം നിങ്ങളെ തേടി എത്താനായിട്ട് പോകുകയാണ്. നിങ്ങൾ പങ്കാളിയുടെ പേരിൽ ആരംഭിക്കുന്ന ബിസിനസ്സുകളോ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളോ എല്ലാം വൻ വിജയമായി മാറും. ജൂൺ 22-ന് ശേഷം കുടുങ്ങിക്കിടുന്ന തുകകൾ പലിശ സഹിതം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അപ്രതീക്ഷിതമായി വിവാഹത്തിലേക്കും വഴിമാറുന്ന ഒരു സമയമാണ്. ഇവർ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഐശ്വര്യവും ഉയർച്ചയും സൗഭാഗ്യം എല്ലാം നൽകുന്ന ഒരു കാര്യമാണ്. അടുത്തതായി ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ഇക്കൂട്ടരുടെയും സകല ദുരിത ദുഃഖങ്ങളും മാറി അല്ലെങ്കിൽ കടമൊക്കെ ഉണ്ടായിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. സ്വന്തമായി വീട് വെക്കാൻ സാധിക്കും. വീട്ടിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന റിനോവേഷൻ വർക്കുകൾ പുനരാരംഭിക്കാൻ സാധിക്കും. അതുപോലെ ഭൂമി വിൽക്കാൻ കഴിയാതിരുന്നിരുന്ന ഇക്കൂട്ടർക്ക് ജൂൺ 22-ന് ശേഷം വളരെ എളുപ്പത്തിൽ ആ ഭൂമി വിറ്റഴിക്കാനും സാധിക്കും. വലിയ കടങ്ങളെല്ലാം കൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ ഇവർക്കുള്ളത് എന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ലോട്ടറി ഭാഗ്യമല്ല ഇവരെ തേടിയെത്തും. വെള്ളിയാഴ്ച ദിവസം ഒരു ചെറിയ ചിരാതിൽ നെയ്യൊഴിച്ച് ദീപം കത്തിച്ച് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. വലിയ വലിയ അനുഭവങ്ങൾ, ഭാഗ്യ അനുഭവങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്നതിനായിട്ട് വീടുകളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതും വളരെ നന്നായിരിക്കും. വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ള പഴയതും ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട, പൂജാമുറിയും വീടും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. അത് നിങ്ങൾക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങളെല്ലാം വളരെ വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. രാത്രി കിടക്കുന്നതിന് മുൻപും രാവിലെ ഉണരുമ്പോഴും പ്രാർത്ഥനകൾ ഒരു ശീലമാക്കുക.
ഈ പറഞ്ഞ 9 നക്ഷത്ര ജാതകർക്ക് വട്ടപൂജ്യത്തിൽ നിന്നും വലിയൊരു സാമ്പത്തിക ഉയർച്ചയിലേക്ക് എത്താനുള്ള ഗ്രഹബലമാണ് 2026 ജൂൺ 22 മുതൽ ജൂലൈ 4 വരെയുള്ള കാലയളവിൽ കാണുന്നത്. യാതൊരു സംശയം വേണ്ട, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ തന്നെ ചെയ്യും. മേലെ പറഞ്ഞ നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ നക്ഷത്രം ഒന്ന് എഴുതാൻ മറക്കല്ലേ. ഇനിയുള്ള കാലം ജീവിതത്തിൽ വലിയ സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ.